ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹുണ്ടായി വെർണ. അപ്പോൾ ഇതിന് ചെറിയ സ്ക്രാച്ചസും ചെറിയ ആയിട്ട് പെയിൻറ്റ് പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റീപെയിൻ്റ് ഒക്കെ ചെയ്തൊന്ന് ഫിനിഷ് ആക്കണം. എന്നിട്ടൊന്ന് കംപ്ലീറ്റ്ലി ഒന്ന് പോളിഷ് ചെയ്തൊന്ന് റെഡി ആക്കി എടുക്കണം. അപ്പം ഓരോരുത്തരത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആയിട്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അവിടെ ഒരു ചെറിയൊരു ഡെൻറ്റും ഉണ്ട്, ഇവിടെ സ്ക്രാച്ചസ് ഉണ്ട്. അത് ഞാൻ സൈഡ് എടുത്ത സമയത്ത് കുറച്ചായിട്ട് ഓറഞ്ചാണ്. പിന്നെ ഇവിടെയും ചെറിയ സ്ക്രാച്ചസ് പോലൊക്കെ ഉണ്ട്, പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി ഒന്ന് പെയിൻറ്റ് ചെയ്ത് എല്ലാം പോളിഷ് ചെയ്തൊന്ന് റെഡി ആക്കി എടുക്കണം. പിന്നെ അതുകൂടാന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് സർവീസ് ചെയ്യണം, ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പോർഷൻസ് ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് റീപെയിൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. പിന്നെ വണ്ടി ഫുള്ളായിട്ടൊന്ന് സർവീസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം വണ്ടിയുടെ കുഴപ്പങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇവിടെയും ചെറുതായിട്ട് ചില പെയിൻറ്റ് പോയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് എടുക്കുന്നതാണ്. പിന്നെ ഞാൻ ഓൾറെഡി കാണിച്ച പോലെ ഈ പിടിക്കുന്ന ഭാഗത്ത് നമ്മളെല്ലാവരും കോമൺലി അവിടെ പിടിക്കുന്നതുകൊണ്ട് പിടിച്ച് ഡോറ് തുറക്കുന്ന സമയത്ത് അവിടെയൊക്കെ പാടുണ്ട്. ഇവിടെ പിന്നെ ചെറിയൊരു തട്ടൽ കിട്ടിയതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ മാറാറായിരിക്കുകയാണ്. ഒരു 700 1000 കിലോമീറ്റർ അടുത്ത് ഓടും, എന്നാലും അതും കൂടെ മാറണം. അപ്പം ബ്രേക്ക് പാഡ് മാറാൻ വേണ്ടി ഫ്രണ്ടിൽ നിന്ന് അഴിച്ച് തുടങ്ങുവാണ്. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ അലോയ് തന്നെ ഞാൻ ഓൾറെഡി ഒന്ന് ബ്ലാക്ക് ചെയ്തായിരുന്നു. അതിന് അത്രയ്ക്ക് ഒരു ഫിനിഷിങ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫിനിഷിംഗ് വർക്ക്, പെയിൻറ്റിങ്ങും അതിൻ്റെ ഡെൻ്റ് എല്ലാം നോക്കി എല്ലാം ക്ലിയർ ആക്കി എല്ലാം ഒരു കംപ്ലീറ്റ് പോളിഷ് ചെയ്തെടുക്കുന്ന വർക്കുകൾ തുടങ്ങുന്നത്. അങ്ങനെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് അഴിക്കാൻ വേണ്ടി അഴിച്ചു. അപ്പോൾ ഇതാണ് ബ്രേക്ക് പാഡ്. അപ്പം ഏകദേശം തീർന്നിരിക്കുവാണ്, കുറച്ചുകൂടെ ഓടും, എന്നാലും അങ്ങ് മാറുവാണ്. കറക്റ്റ് ആ ഒരു മോഡൽ അറിയാൻ വേണ്ടിയാണ് ഇത് അഴിച്ചുകൊണ്ട് തന്നെ പോകുന്നത്. അതായിട്ടാണ് എൻ്റെ നമ്പറൊക്കെ. സോ അങ്ങനെ വണ്ടിക്കുള്ള പുതിയ ബ്രേക്ക് പാഡ്സൊക്കെ മേടിച്ചു. അപ്പം ഇത് നമുക്ക് പുറത്തുനിന്ന് മേടിച്ചു. ഓൾമോസ്റ്റ് ഇതൊരു 2100 രൂപ റേഞ്ചിലായിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ പഴയ തേഞ്ഞ് തീർന്ന ബ്രേക്ക് പാഡ്. ഏകദേശം തീർന്നായിരുന്നു, പക്ഷേ കുറച്ചുകൂടി ഓടിയേനെ. പക്ഷെ അത്ര റിസ്ക് എടുക്കുന്നില്ല. ഓൾമോസ്റ്റ് വണ്ടിക്ക് ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് 4 മേടിച്ചു. അപ്പം ഇനി മാറാൻ പോവാണ്. അങ്ങനെ ബ്രേക്ക് പാഡ് നമ്മൾ സെറ്റ് ചെയ്തു, എല്ലാം ക്ലീനൊക്കെ ചെയ്ത് റെഡിയാക്കി. ഇനി ടയർ സെറ്റ് ചെയ്യാൻ പോവാണ്. വെച്ചോ. കറക്റ്റ് ഒരു സീറ്റിംഗ് ആകാൻ വേണ്ടി ഒന്ന് സെറ്റ് ചെയ്യുവാണ്. കാസ്ട്രോളിൻ്റെ ഫുള്ളി സിന്തറ്റിക് 5W30 ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഞ്ചിൻ ഓയിൽ. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് നാളായിട്ട് ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഈ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പുറത്ത് സർവീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് ഓയിൽ മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 2376 റുപ്പീസൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത് നമ്മൾ ചില കടകളനുസരിച്ച് പ്രൈസിന് ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നതാണ്. എന്നാലും ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നതാണ്. പിന്നെ ഓൺലൈനിൽ നമുക്ക് ഇതിലും ഓഫേഴ്സിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അങ്ങനെ വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി. ഈ ഒരു കാസ്ട്രോളിൻ്റെ ഓയിൽ മാറ്റി, ഫിൽറ്റർ മാറ്റി, അത്രയും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആക്കി. അതിന് ശേഷമാണ് ഞാൻ ഓൾറെഡി കാണിച്ച പോലെ തന്നെ ആ ഒരു ഡെൻറ്റും കാര്യങ്ങളും ചെറിയ സ്ക്രാച്ചസ് ഉള്ള അതെല്ലാം മാറ്റിയിട്ട് വണ്ടി ഇനി പെയിൻറ്റിങ് സെക്ഷൻ തുടങ്ങുവാണ്. പിന്നെ അലോയ്സ് ഞാൻ ഓൾറെഡി കാണിച്ച പോലെ ഞാൻ ഓൾറെഡി ഒരു 3 ഇയേഴ്സ് ബിഫോർ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തായിരുന്നു. ബട്ട് അത് കുറച്ചൊരു ഫിനിഷിങ് കുറവ് എനിക്ക് തോന്നി. അത് ഒന്നുകൂടെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലോട്ട് കംപ്ലീറ്റ്ലി ആക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. അങ്ങനെ ഓരോ വർക്കായിട്ട് താണ്ട് ഇവിടെ ഡെൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പോർഷൻ ഒരു ചെറിയ ഇതുണ്ട്, ഫ്രണ്ടിലെ സൈഡിൽ ആ ഒരു പോർഷനും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ വർക്കുകളൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം അവിടെ ഓരോന്നായിട്ട് അവർ ബോഡി ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവന്നു. പിന്നെ ആണെങ്കിലും ഹാൻഡിൽ ബാറിൻ്റെ അവിടെ ആണെങ്കിലും ഓൾമോസ്റ്റ് നല്ല ഒരു സ്ക്രാച്ചസ് പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഡോറിൻ്റെ അവിടെ പിടിക്കുന്ന സൈഡിലുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് സൈഡിലെ എല്ലാത്തിനും ശേഷം വണ്ടി കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് എല്ലാം അടിപൊളിയാക്കി. അതിന് ശേഷം വണ്ടി എല്ലാം കഴുകി നല്ല ക്ലീൻ ആക്കിയതിന് ശേഷമായിരുന്നു ഇതിൻ്റെ ഒരു പോളിഷിങ് വർക്കൊക്കെ ചെയ്തത്. അങ്ങനെ വണ്ടി കഴുകാൻ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ടയറൊക്കെ ഊരിയെടുത്ത് നമ്മൾ പുറത്ത് സർവീസിന് കൊടുക്കുമ്പോൾ അത്യാവശ്യം അവർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കഴുകുന്നതാണ്. ഞാൻ വീട്ടിലാണ് സാധാരണ കഴുകുന്നത്. അപ്പോൾ എഞ്ചിൻ ബേ ഒക്കെ അത്യാവശ്യം നല്ല പൊടിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഫുള്ളി ഫോമൊക്കെ ഇട്ട് കഴുകി നല്ല റെഡിയാക്കി. അങ്ങനെ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു. ടച്ച് ആൻഡ് പോളിഷ് കഴിഞ്ഞു, ബേസിക് സർവീസ് കഴിഞ്ഞു, എഞ്ചിൻ ഓയിൽ അത്രയും കാര്യങ്ങളെല്ലാം അതിനകത്ത് മാറി. അങ്ങനെ ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഇത്. അങ്ങനെ വണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിലാണ് സർവീസ് ചെയ്ത്. അങ്ങനെ വണ്ടിയെല്ലാം കംപ്ലീറ്റ് വർക്ക് ചെയ്തതിന് ശേഷം വണ്ടി കൊണ്ടുവന്നു. അപ്പോഴാണ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്.
അങ്ങനെ വണ്ടി കംപ്ലീറ്റ്ലി ആ ഒരു ചെറിയ സ്ക്രാച്ചസും എല്ലാം മാറ്റി ഫുള്ളി ഒരു ഫിനിഷ്ഡ് ലുക്കിലോട്ട് കൊണ്ടുവന്ന് വളരെ പോളിഷൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കായിട്ട് എഞ്ചിൻ ഓയിൽ മാറി, ഓയിൽ ഫിൽറ്റർ അത്രയും കാര്യങ്ങളൊക്കെ മാറി. പിന്നെ അതിന് ശേഷം ബ്രേക്ക് പാഡ് മാറി. പിന്നെ വണ്ടി ഓവറോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ അത്രയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പെയിൻറ്റിങ് വർക്കിലോട്ടൊക്കെ തുടങ്ങിയത്. അപ്പോൾ പെയിൻറ്റിങ് വർക്ക് എല്ലാം ചെയ്തു. ഇവിടെയൊക്കെ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, എല്ലാം മാറ്റിയെടുത്തു. പിന്നെ ഇവിടെയും സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, അതും എല്ലാം മാറ്റി. അതിനുശേഷം വണ്ടി ഫുൾ കഴുകി പോളിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും എല്ലാം ചെയ്ത് വന്നപ്പം പിന്നെ അതുകൂടാതെ തന്നെ ടയറിൻ്റെ അലോയ്സ് ഞാൻ ഓൾറെഡി ഒന്ന് ചെറുതായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തായിരുന്നു ഒരു 3 years ബിഫോർ. അതൊന്നുകൂടെ ഒന്ന് ഒരു ഫുള്ളി ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി എല്ലാം ചെയ്ത് വന്നപ്പോൾ എനിക്കായ ഒരു സർവീസ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 11,000 rupees, ഇൻക്ലൂഡിങ് സർവീസ് ചാർജ്, ഇതിൻ്റെ വർക്ക്, ലേബർ എല്ലാം കൂടെ ചേർത്താണ് എനിക്കൊരു 11,200 rupees ആയത്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇതിൻ്റെ ഇതുപോലെ ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ വേറെ പലയിടത്തും തിരക്കിയായിരുന്നു. അപ്പോൾ ഇതിലും കൂടുതൽ റേറ്റാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അഫോർഡബിൾ റേറ്റിൽ എനിക്കെല്ലാം വർക്കെല്ലാം പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ആക്കി കിട്ടി. അങ്ങനെ വണ്ടിയെല്ലാം സർവീസ് ചെയ്ത് ഷോറൂമിലല്ല, വണ്ടി പുറത്തൊരു വർക്ക്ഷോപ്പിലാണ് സർവീസ് ചെയ്തത്. ഞാൻ ഷോറൂമിൽ സർവീസ് ചെയ്യുന്ന വളരെ ചുരുക്കമാണ്. കാരണം ഞാൻ മെയിൻലി ഒരു സർവീസ് റെക്കോർഡല്ല നോക്കുന്നത്, വണ്ടിയുടെ ആ ഒരു ക്വാളിറ്റി, വണ്ടിക്ക് ആ ഒരു കംപ്ലീറ്റ്ലി നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അതെല്ലാം റെക്ടിഫൈ ആകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് കൊടുത്തു. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനായ സർവീസ് കോസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഇതുപോലത്തെ ഓൾഡ് വെർണയ്ക്ക് സർവീസ് കോസ്റ്റ് എത്രയെന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Darkwave.